ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാനും അരുണും കാശിക്ക് പോയ കഥയാണ്. കാശിക്ക് പോകണം എന്ന് വിചാരിച്ച് കുറേ നാളായി. ഒടുവിലാ ദിവസം വന്നെത്തി. നമ്മൾ കാശിയിലെത്തി എന്ന് പറഞ്ഞിട്ട് ഇവരെന്ന് ഈ വാരണാസിൻ്റെ ബോർഡും പിടിച്ച് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നവരോട് കാശിക്ക് 2-3 പേരുണ്ട് ഗൈസ്. കാശി, ബനാറസ്, ഇപ്പം വാരണാസി. കാശി പോയ കഥ പറയാൻ തുടങ്ങാൻ വിചാരിച്ചിട്ട് 1 മാസമായി. നമ്മൾ ജനുവരി 15 2026 തുടങ്ങിയവിടെ ആദ്യം തന്നെ എന്തായാലും കാശി പോകാനുള്ള ഭാഗ്യം ഉണ്ടായിന്. കാശി പോയ മൊത്തം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിലും മണികർണിക ഘട്ടിനെ പറ്റിയിട്ടും ഹരിശ്ചന്ദ്ര ഘട്ടിനെ പറ്റിയിട്ടും ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. ഗംഗേൻ്റെ തീരത്ത് നിലനിൽക്കുന്ന 80-ലധികം ഘട്ടുകളായിട്ടാണ് കാശി എന്ന പുണ്യനഗരം. ഘട്ട് എന്ന് പറഞ്ഞാൽ പുഴയിലൊക്കെ ഇറങ്ങാനുള്ള വഴി, കടവ് എന്നല്ല എന്നർത്ഥം. ഈ 2 ഘട്ടുകൾ രാവും പകലും മൃതശരീരങ്ങൾ എരിഞ്ഞുകൊണ്ടേയിരിക്കുന്ന വല്ലാത്തൊരു ലോകമാണ്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് മുട്ടിയിട്ട് തന്നെയാണ് മണികർണിക ഘട്ട്. ഹിന്ദുമത വിശ്വാസത്തിൽ ഏറ്റവും പവിത്രമായ ശ്മശാനമായിട്ടാണ് മണികർണികനെ കാണുന്നത്. പീഡ ദഹിപ്പിക്കുമ്പം ആത്മാവിന് മോക്ഷം കിട്ടുന്നതാണ് വിശ്വാസം. മണികർണിക എന്നുള്ള പേര് വന്നതിൻ്റെ പിന്നിലെ കഥ ദക്ഷയാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരിക്കലും സതീദേവി തൻ്റെ പിതാവായ ദക്ഷൻ നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കാൻ പോയി. എന്നാൽ ദക്ഷൻ തൻ്റെ മരുമകനായ ശിവനെ അവഹേളിച്ചു. ഭർത്താവിന് നേരിട്ട അപമാനം സഹിക്കാൻ പറ്റാതെ ദേവി യാഗാഗ്നിയിൽ തന്നെ തൻ്റെ ജീവൻ ബലിയർപ്പിച്ചു. ഭഗവാൻ അത് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തായിരുന്നു. ദക്ഷനെ ഓൺ ദ സ്പോട്ടിൽ ഭഗവാൻ തീർത്തു. ഭഗവാൻ ദേവീൻ്റെ കത്തുന്ന ശരീരം ഹിമാലയത്തിലേക്ക് കൊണ്ടുപോയി. മൃതദേഹവും വഹിച്ചുകൊണ്ട് ഭഗവാൻ പ്രപഞ്ചത്തിലേക്കൂടെ സഞ്ചരിക്കുമ്പോൾ വിഷ്ണുവിന് വേറെ ഓപ്ഷനൊന്നും ഉണ്ടായിട്ടില്ല. വിഷ്ണു സുദർശന ചക്രം കൊണ്ട് ശരീരത്തിന് 51 ഭാഗങ്ങളായി മുറിച്ചു. ആ ശരീരഭാഗങ്ങൾ ഭൂമിയിലേക്ക് വീണു. അതിൽ ദേവീൻ്റെ കമ്മൽ കർണിക വീണ സ്ഥലമാണ് മണികർണിക ഘട്ട്. കഥയോ ഐതിഹ്യമോ അതൊക്കെ എന്തെങ്കിലും ആകട്ടെ, അതിനപ്പുറത്ത് മണികർണിക ഘട്ട് അതൊരു വല്ലാത്ത അനുഭവമാണ്. പുണ്യനദിയായ ഗംഗയിൽ കത്തിച്ചിട്ട് മൃതശരീരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. ഗംഗയിൽ കുളിപ്പിക്കുന്നു, ചിതയിൽ വെക്കുന്നു, കത്തിക്കുന്നു, വീണ്ടും വരുന്നു, ഗംഗയിൽ കുളിപ്പിക്കുന്നു, ചിതയിൽ വെക്കുന്നു, കത്തിക്കുന്നു, റിപ്പീറ്റ്. നമ്മൾ ശ്മശാനത്ത് പോകാത്തതോ ഡെഡ് ബോഡി കത്തിക്കുന്നത് കാണാത്തതോ ഒന്നുമല്ല. എന്നാൽ ഇവിടെ നിന്നില്ല കാഴ്ചയിൽ നിന്ന് വളരെ വ്യത്യാസമാണ് ആടെ കണ്ട കാഴ്ചകൾ. ഈടെ ഉപയോഗിക്കുന്ന അത്രയും വിറകൊന്നും വെച്ചിട്ടൊന്നുമല്ല ആടെ കത്തിക്കുന്നത്. ആടെ വിറകിനൊന്നത് നല്ല വിലയാണെന്ന് തോന്നും. കുറച്ച് വിറക് അതിൻ്റെ മേലെ വെക്കുന്നു, കത്തിക്കുന്നു. ബോഡിയുള്ള എയറിൽ തന്നെ നിന്നിട്ടാണ് കത്തുന്നത്. കത്തിക്കൊണ്ട് നിൽക്കുന്നതിനെ നോക്കിയാൽ നമുക്ക് ബോഡി നമ്മളെ നോക്കി ചിരിക്കുന്നതും അല്ലെങ്കിൽ കാല എയറിൽ നിൽക്കുന്നതെല്ലാം കാണാൻ പറ്റും. ആ കാഴ്ചകളൊന്നും നോക്കിയാൽ സാധാരണക്കാർക്ക് അത്ര മനസ്സിന് സുഖമില്ല കാഴ്ചയല്ല. ആ കാഴ്ചകൾ എനിക്ക് തീരെ ഓക്കെ ആയിരുന്നില്ല. കണ്ടു നിൽക്കാനോ ഫോട്ടോ എടുക്കാനോ എനിക്ക് വലിയൊരു മൈൻഡ് കിട്ടിയിട്ടില്ല. അരുൺ ഒരു പ്രോ ഫോട്ടോഗ്രാഫറായി മാറിയ നിമിഷങ്ങളായിരുന്നു അത്. എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം അരുൺ അടിപൊളിയായിട്ട് പകർത്തി എനിക്കത് അയച്ചു തന്നു. പക്ഷേ എനിക്ക് എൻ്റെ ഫോണിൽ വരെ അത് വെക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു ഭീകരമായ കാഴ്ചകളെന്ന് വെച്ചാൽ ഡെഡ് ബോഡീൻ്റെ ദേഹത്തുനിന്ന് ചോര വരുന്ന തന്നെ ഡയറക്റ്റ് കത്തുമ്പം വരുന്നതും അല്ലെങ്കിൽ ഡെഡ് ബോഡി നമ്മളെ നോക്കി ചിരിക്കുന്നതും അങ്ങനത്തെ ഫോട്ടോസൊന്നും ഇതിൽ ആഡാക്കുന്നില്ല. കുറച്ചും കൂടെ നാൾ മുന്നേ ആണെങ്കിൽ ഇവിടെ പകുതി കത്തിച്ച ബോഡീനെടുത്ത് ഗംഗയിൽ ഇടുന്നതെന്ന് പറയുന്നുണ്ടായിന്. നമുക്ക് അങ്ങനത്തെ കാഴ്ചകളൊന്നും ഏതായാലും കാണേണ്ട വന്നിട്ടില്ല. പിന്നെന്ന് വെച്ചാൽ ഇവിടെ കത്തിക്കുന്ന ബോഡി അല്ലെങ്കിൽ ആ ആത്മാവിനെ ശിവൻ നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് വിശ്വാസം. മൃതശരീരങ്ങൾ കത്തിച്ചുകൊണ്ടേയിരിക്കുന്ന മറ്റൊരു ഘട്ടമാണ് ഹരിശ്ചന്ദ്ര ഘട്ട്. സത്യസന്ധതയ്ക്ക് പേരുകേട്ട രാജാവല്ലേ ഹരിശ്ചന്ദ്രൻ. മൂപ്പരെ പരീക്ഷിക്കാൻ വന്ന വിശ്വാമിത്ര മഹർഷിക്ക് തൻ്റെ രാജ്യവും സ്വത്തെല്ലാം ദാനം ചെയ്ത് തന്നെയും വിറ്റ് ഈട ചണ്ടാലൻ്റെ ജോലി, അതായത് മൃതശരീരം സംസ്കരിക്കുന്ന ജോലി എടുത്തു എന്നാണ് കഥ. മണികർണികയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു സമാധാനം ഫീൽ ചെയ്യുന്നൊരു ഘട്ടമാണ്. മൃതശരീരങ്ങൾ കത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ പോലും കുറച്ചും കൂടെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. നമ്മളിവിടെ ഒരു ക്യാമ്പ് ഫയറെല്ലാം നടത്തുന്ന ഒരു മൈൻഡ് സെറ്റിലാണ് ആൾക്കാർ ആടെ ഇരുന്ന് മൃതശരീരം കത്തിക്കുന്നതിൻ്റെ ചുറ്റും ഇരുന്ന് ചൂട് കായുന്നത്. എല്ലാവർക്കും മാനസികമായിട്ട് പോസിറ്റീവായിട്ടൊരു ഫീൽ ചെയ്യുന്ന ഒരു അന്തരീക്ഷമൊന്നും അല്ലെങ്കിൽ പോലും ജീവിതത്തിൽ എന്തായാലും ഒരിക്കലെങ്കിലും പോകേണ്ട സ്ഥലം തന്നെയാണ് ഈ വാരണാസി. ഈ 2 ഘട്ടുകളിലൂടെ കുറച്ചു നേരം നടക്കും, അടുത്ത ഒരു അന്തരീക്ഷം അനുഭവിക്കുകയും ചെയ്താൽ തന്നെ മനസ്സിലാവും നമ്മൾ മനുഷ്യന്മാർ എത്രത്തോളം ഇല്ലത്, നമ്മൾ എത്രത്തോളം ചെറുതാണെന്നുള്ള കാര്യം.